എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും മറികടന്നുള്ള വമ്പൻ വിജയവുമായി എൻ.ഡി.എ 243-ൽ 202 സീറ്റും പിടിച്ചെടുത്തു. തകർന്നടിഞ്ഞ മഹാസഖ്യം. ആർ.ജെ.ഡിക്ക് വൻ തിരിച്ചടി, കോൺഗ്രസിന് തകർച്ച. ഭരണ തുടർച്ചയിൽ 4-3 ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക്. 2020-നേക്കാൾ വലിയ മുന്നേറ്റത്തിലാണ് എൻ.ഡി.എ 80% സീറ്റുകളിലും മുന്നേറിയത്. വിജയാഘോഷത്തിലാണ് ബി.ജെ.പി ക്യാമ്പ്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഒരു ഘട്ടത്തിൽ എൻ.ഡി.എയും ഇന്ത്യയും 100 കടന്ന് ഇഞ്ചോടിഞ്ച് മുന്നേറുകയായിരുന്നെങ്കിൽ പിന്നീട് 100-ൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്നോട്ടു പോവുകയും എൻ.ഡി.എ മുന്നേറുകയുമായിരുന്നു. 38 ജില്ലകളിലായി 46 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലൂടെയാണ് ഫലം പുറത്തുവന്നത്. അതേസമയം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വിജയാഘോഷങ്ങൾ ലളിതമാക്കണമെന്ന് നേതാക്കൾക്ക് ബി.ജെ.പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ച ആഘോഷങ്ങൾ വേണ്ടെന്നാണ് നിർദ്ദേശം. ബി.ജെ.പി ആസ്ഥാനത്ത് 500 കിലോ ലഡു ഒരുക്കിയും നേതാക്കളുടെ ചിത്രം പതിച്ച മധുരപലഹാരങ്ങൾ തയ്യാറാക്കിയും പൂക്കളും മറ്റും ശേഖരിച്ചുമുള്ള വമ്പൻ ആവേശത്തിലാണ് എൻ.ഡി.എ പ്രവർത്തകർ. 66.91% എന്ന റെക്കോർഡ് പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ചത് ഭരണ തുടർച്ചയായിരുന്നു. ഇരട്ട എഞ്ചിൻ സർക്കാർ ബീഹാറിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് വോട്ടായി മാറിയതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നിരാശാജനകമെന്നും ഗൗരവപരമായ ആത്മപരിശോധന നടത്തണമെന്നും ശശി തരൂർ MP പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.